ഒരു കോഴ്സ് ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ കോഴ്സിൽ ചേരാൻ വാസ്തവത്തിൽ ദേവേരിയിലായിരുന്നെങ്കിൽ ആർട്സ് ആൻഡ് കോളേജിൽ ഇത്ര ടെൻഷനില്ലല്ലോ. അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഡ്രീം ആയിരുന്നു MBBS. എനിക്ക് ആ ഒരു ഡ്രീം ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് MBBS, കാരണം ചേച്ചിമാരും ചേച്ചി MBBS ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ആ ഒരു ഫീൽഡ് വിടാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് അച്ഛനോടും അമ്മേനോടും ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റേസിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഈ സെപ്റ്റംബർ ബാച്ച് ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ആക്ച്വലി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ സിസ്റ്റേഴ്സ് ട്വിൻസ് ആണ് അവരല്ലേ. ഒരാൾ MBBS ആണ്, മറ്റൊരാൾ BDS ആണ്. രണ്ടുപേരും റേസിലെ കുട്ടികളായിരുന്നു. യെസ്, എന്റെ ആ ചോദ്യം അതാണ്. ഈ ഒരു തീരുമാനത്തിൽ ഈ സിസ്റ്റേഴ്സ് എന്ത് പറഞ്ഞു? ചേച്ചിമാര് പറഞ്ഞു, നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ നീ എന്തായാലും അതിന്റെ പുറകെ തന്നെ പോകണം. ഞാൻ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എന്റെ സ്വന്തം ചേച്ചിയുടെ കല്യാണം ആക്ച്വലി ആ ഒരു സമയത്തായിരുന്നു. അപ്പൊ ഇവര് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ എനിക്കുള്ള ഡ്രസ്സ് എടുക്കും, എന്നിട്ട് ഞാൻ വേഗം ഒരു റേസിലേക്ക് എന്നിട്ട് ലൈബ്രറിയിലിരിക്കും, പഠിക്കും. ഞാൻ അങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്. ലൈഫിൽ എനിക്ക് ഏറ്റവും ഞാൻ പ്രഷ്യസ് ആയിട്ട് വെച്ചൊരു മൊമെന്റ് ആണത്. എനിക്ക് കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമില് അവള് മെസ്സേജ് അയച്ചു. അവൾ എൻ്റെ ഇൻസ്റ്റ ID ഒക്കെ തിരഞ്ഞ് മെസ്സേജ് അയച്ചു. ചേച്ചി എന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്നറിയാം. അവളെ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു, അവൾക്ക് അവളുടെ കൂടെ പഠിച്ച ആരെയും ഓർമ്മയില്ല. പഠിക്കാൻ തീരുമാനിച്ചല്ലോ സെപ്റ്റംബർ ബാച്ചില്. ആ സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് പോർഷൻ കുറെ ബാക്കി കിടക്കുക, അല്ലെങ്കിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ, തീർക്കാൻ പറ്റാതെ ആവുക, എല്ലാ ദിവസവും ടെൻഷൻ അടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. കാരണം അവിടെ കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും എങ്ങനെയാ +1 +2 എങ്ങനെയാ ഈ ഒരു ഇത്രയും സമയം കൊണ്ട് തീർക്കുക. സാധാരണ നമ്മൾ എല്ലാ കാലത്തും കേൾക്കുന്ന ഒരു കാര്യമാണ് വൈകിപ്പോയി എന്ന്. അതായത് ജനങ്ങളുടെ സാധാരണ ഉപദേശം എല്ലാ സമയത്തും നമ്മൾ കേൾക്കുക വൈകിപ്പോയി, ഇനി അത് പറ്റും തോന്നുന്നില്ല, അതുപോലെ നമ്മൾക്ക് സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, അതിൽ റിസ്ക് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജനറലി എല്ലാ കാലത്തും നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് സമയം ഇനിയും വൈകിയിട്ടില്ല എന്നൊരു ആള് മനസ്സിലാക്കുക എന്നുള്ളത് ശരിക്കും പറയച്ച അയാളെ കംഫർട്ട് സോണിൽ നിന്ന് അയാൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്നൊരു റീൽ കണ്ടിട്ടായിരുന്നു, ആരും കൊടുക്കാൻ പാടില്ലാത്തൊരു ഉപദേശം പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേ ഇറ്റ് സേഫ്, അത് ഒരിക്കലും പറയരുത്, കംഫർട്ട് സോണിൽ നിന്ന് വിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കാണിക്കൂ. അങ്ങനെ ധൈര്യം കാണിച്ച ഒരാളാണ് നമ്മുടെ മുന്നിലുള്ള നന്ദന P. നന്ദന റേസിലെ പഴയ കുട്ടിയാണ്. നന്ദൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവഗിരി കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു ഡിഗ്രിക്ക്. കാരണം ഒരിക്കൽ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പൊ ഇനി വേണ്ട എന്ന് എപ്പോഴും ഈ കുട്ടികളുടെ കാര്യത്തിൽ ചുറ്റുപാടുകളാണ് ഇടപെടുക. അതിന്റെ ശേഷം പിന്നെ ധൈര്യത്തോടെ ആ കോഴ്സ് ഒഴിവാക്കി റിപ്പീറ്റ് ചെയ്യാൻ, സെപ്റ്റംബർ ബാച്ചിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ കയറി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേടിയ കുട്ടിയാണ്. അപ്പോൾ ഇത്തരം കൺവെൻഷനൽ ആയിട്ടുണ്ടാവുന്ന എല്ലാ റിസ്ക് എടുക്കാൻ പേടിയുള്ള എല്ലാ കാര്യങ്ങളോടും അതൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചൊരു കുട്ടിയാണ് നന്ദന. ഹായ്. നന്ദന ഒരു ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികളുടെ എല്ലാ സമയത്തും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഞാൻ വൈകിപ്പോയോ എന്നുള്ളത്. ഈ വൈകിപ്പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് നന്ദനയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാനും ആക്ച്വലി അങ്ങനെ വിചാരിച്ച ഒരാളാണ്. ഇനി എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ റേസിന് എനിക്ക് ആദ്യമേ അറിയാം, കാരണം ഞാൻ ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത്. അപ്പം റേസിൽ ഞാൻ ചൂസ് ചെയ്ത് നമ്മൾ ഇഫക്റ്റീവായിട്ട് പഠിച്ചാൽ മതി. അതായത് മുന്നിലൊരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ച് ഇനിയൊരു 8 മാസം, ആ 8 മാസം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എങ്ങനെ പോകണം, എങ്ങനെ തീർക്കണം. റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ റേസിൽ വീണ്ടും ജോയിൻ ചെയ്ത് അവർ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ എത്തിയിട്ട് പഠിക്കാൻ തീരുമാനിച്ചല്ലോ സെപ്റ്റംബർ ബാച്ചില്. ആ സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് പോർഷൻ കുറെ ബാക്കി കിടക്കുക, അല്ലെങ്കിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ, തീർക്കാൻ പറ്റാതെ ആവുക, എല്ലാ ദിവസവും ടെൻഷൻ അടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. കാരണം അവിടെ കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും എങ്ങനെയാ +1 +2 എങ്ങനെയാ ഈ ഒരു ഇത്രയും സമയം കൊണ്ട് തീർക്കുക. പക്ഷേ പറയുകയാണെങ്കിൽ അവർ കൃത്യസമയത്ത് തീർത്തു. പിന്നെ ഞാൻ ബാക്കിയുള്ള സമയം അവിടുത്തെ ലൈബ്രറിയിൽ യൂട്ടിലൈസ് ചെയ്ത് അവിടെ ഇരുന്ന് പഠിക്കുക ചെയ്തത്. കാരണം നമുക്ക് വേണ്ട ആ ഒരു സമയം, പഠിക്കാനുള്ള സമയം, പോർഷൻസ് ഒക്കെ തീർത്തു തരും. ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ തന്നെ തീർത്തു തന്നു. ഒരു തിരക്ക് പിടിച്ച് പഠിപ്പിക്കുക അല്ല ഉണ്ടായിരുന്നത്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ
പഠിപ്പിച്ച് ഞാനിവിടെ എത്തി. അത് വലിയൊരു റിസ്ക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ കോഴ്സിൽ ചേരാൻ വാസ്തവത്തിൽ ഇനി മതി, ഡിഗ്രിക്ക് ചേർന്ന് കളയാന്ന് വിചാരിക്കാൻ എന്തായിരുന്നു കാരണം? എനിക്ക് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര പേടിയായിരുന്നു. അതായത് മോളെ ഇനി റിപ്പീറ്റ് ചെയ്താൽ അവൾക്കിനി കിട്ടുമോ, അങ്ങനെ ഒരു പേടി അവർക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു. കാരണം കൂടെ ഉള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് ഡിഗ്രി 3rd ഇയർ ആവാൻ പോകുന്ന സമയം. അപ്പം ഞാൻ മാത്രം +2 ലെവലിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടെൻഷൻ്റെ പുറത്ത് ഞാൻ അമ്മയും അച്ഛനും പറഞ്ഞപ്പോൾ ദേവഗിരിയിൽ പോയി ചേർന്നതാണ്. പക്ഷെ പിന്നെ എൻ്റെ മനസ്സാണെങ്കിൽ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് MBBS. കാരണം ഏച്ചി MBBS ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ആ ഒരു ഫീൽഡ് വിടാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് അച്ഛനോടും അമ്മേനോടും ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റേസിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഈ സെപ്റ്റംബർ ബാച്ച് ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് ആക്ച്വലി. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് ഒന്നും വൈകിച്ചില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ സിസ്റ്റേഴ്സ് ട്വിൻസ് ആണ് അവരല്ലേ. ഒരാൾ MBBS ആണ്, മറ്റാൾ BDS ആണ്. രണ്ടുപേരും റേസിലെ കുട്ടികളായിരുന്നു. യെസ്, എന്റെ ആ ചോദ്യം അതാണ്. ഈ ഒരു തീരുമാനത്തിൽ ഈ സിസ്റ്റേഴ്സ് എന്ത് പറഞ്ഞു? ചേച്ചിമാർ പറഞ്ഞു, നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ നീ എന്തായാലും അതിന്റെ പുറകെ തന്നെ പോകണം, അവരെന്തായാലും ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ആദ്യമേ എനിക്ക് ചേച്ചിമാരുടെ ലൈഫ് കാണുമ്പോൾ അറിയാം. അതായത് MBBS ആണെങ്കിലും BDS ആണെങ്കിലും അതിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ MBBS ലൈഫിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണത്. അപ്പം അത്രയും ആഗ്രഹിച്ച് MBBS എടുക്കുന്ന ഒരാൾക്ക് അതൊരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം നീ അത് എടുത്താൽ മതി, ഞങ്ങൾ ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചിമാരുടെ റെക്കമെൻഡേഷൻ വാസ്തവത്തിൽ വീട്ടില് ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിലുണ്ടോ? അച്ഛനും അമ്മയും അവര് വിളിച്ചിട്ട് അവൾ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അവളൊന്നുകൂടി എഴുതിക്കോട്ടെ എന്ന് പറയാനോ ഉണ്ടായേ? അവരും പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഏച്ചിമാര് റേസിൽ പഠിച്ച് അവർക്ക് MBBSും BDSും കിട്ടിയതുകൊണ്ട് അവർക്ക് റേസിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പം വേറൊരു ഓപ്ഷൻ ഒന്നും നോക്കിയില്ല. റേസിലാണെങ്കിൽ നീ പൊക്കോ, അങ്ങനെ ആ റേസിൽ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏച്ചിമാർ പറഞ്ഞു, അവൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ, ഡിഗ്രി ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ആലോചിക്കണമല്ലോ, ഇത് അവളുടെ ആഗ്രഹമല്ലേ, അവൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വീണ്ടും ഹാപ്പിയായി ഒന്നുകൂടെ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഏറ്റവും പഠിക്കാൻ വിചാരിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ്. അവിടെ കിട്ടുകയും ചെയ്തു. ഞാൻ ഒരിക്കലും അത് വിചാരിച്ചിട്ടില്ല. ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി അമ്മേനെ അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. അമ്മ എന്തായാലും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങും. അപ്പോൾ അവർക്കൊരു വിശ്വാസമായി, എന്തായാലും ഇവളത് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് അവിടെ തന്നെ അഡ്മിഷൻ കിട്ടി, ഭയങ്കര ഹാപ്പിയായി. ആ റിസൾട്ട് വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? ആ പഠിത്തത്തിന്റെ സമയത്ത് ഈ ടെൻഷൻ കയറി വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പരീക്ഷകളൊക്കെ ആ സമയത്ത് എങ്ങനെയാ പ്രഷർ ഡീൽ ചെയ്തത്? കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാൻ വീട്ടിൽ ജാമ്യമൊക്കെ ചോദിച്ചിട്ട് വന്ന കുട്ടിയാണ്. ഇപ്രാവശ്യം കിട്ടാതെ പോവാന്ന് പറഞ്ഞാൽ അത് എല്ലാ സമയത്തും നമ്മളുള്ള ടെൻഷൻ ഉണ്ടല്ലോ, അവരൊക്കെ അതെങ്ങനെ ഡീൽ ചെയ്തത്? ഞാൻ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എന്റെ സ്വന്തം ചേച്ചിയുടെ കല്യാണം ആക്ച്വലി ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഇവര് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എനിക്കുള്ള ഡ്രസ്സ് എടുക്കും, എന്നിട്ട് ഞാൻ വേഗം ഓടും റേസിലേക്ക്, എന്നിട്ട് ലൈബ്രറിയിലിരിക്കും, പഠിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വീട്ടിലെ ഒരു പരിപാടിക്കും, കല്യാണം എന്ന് പറയുമ്പോൾ കുറേ പരിപാടികൾ ഉണ്ടാവുമല്ലോ, ഞാൻ വീട്ടിൽ നിൽക്കാറേ ഇല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മനസ്സിൽ അതിലൊക്കെ കൂടണം. പക്ഷെ ഞാൻ അതിലൊന്നും നിൽക്കാതെ ഞാൻ കുറേ സാക്രിഫൈസ് ചെയ്ത് ഞാൻ റേസിൻ്റെ ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ച് കല്യാണത്തിന് മാത്രം പോയി അടിച്ച് പൊളിച്ച് വന്ന ഒരാളാണ്. കാരണം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ആ ഒരു എനിക്ക് ഇതാണ് ശരിക്കും വാസ്തവത്തിലുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കും. അപ്പൊ അവർ വിചാരിക്കണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം കൂടി പഠിച്ചാൽ അവർക്ക് എൻട്രൻസ് കിട്ടും എന്നാണ്. അപ്പൊ ഇതില് ഇയാൾ പറഞ്ഞ് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് അങ്ങനെ ഒരു പഠിത്തം ഒരു പ്രാവശ്യം കൂടി ചെയ്യല്ല ചെയ്തത്, വലിയ സാക്രിഫൈസ് ആണ്. സ്വന്തം സിസ്റ്റർ മാരേജിലേക്ക് ശ്രദ്ധ കൊടുക്കാണ്ട് ആ കല്യാണത്തെ ദിവസം മാത്രം പോയ ശരിക്കും ഒരു മാസത്തെ പരിപാടിയാണത്. അത് മുഴുവനും ഒഴിവാക്കിയിട്ട് പഠിച്ച കുട്ടിയാണ്. അപ്പൊ ആ ഒരു സപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ധൈര്യം കൂടിയാണ് വാസ്തവത്തിലേക്ക് ഇതിലേക്ക് എത്തിച്ചത്. യെസ്. ഇപ്പൊ എങ്ങനെ MBBS ലൈഫിനെ പറ്റി എന്ത് പറയുന്നു? പല ആൾക്കാരും പറയുന്നു MBBS ടഫാണ്, MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ജോലി കിട്ടുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ MBBS ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് MBBS ഒരാൾ BDS ഒരാൾ MBBS.
ആയ കുട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അത് ആ അന്തരീക്ഷം അറിയാം. എന്നിരുന്നാലും മോള് ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിങ്ങിന് പോയാൽ മതിയായിരുന്നു എന്നോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ദേവേരിയിലായിരുന്നുവെങ്കിൽ ആർട്സ് ആൻഡ് കോളേജിൽ ഇത്ര ടെൻഷൻ ഇല്ലല്ലോ, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡ്രീം ആയിരുന്നു MBBS. എനിക്ക് ആ ഒരു ഡ്രീം ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചിമാരാണെങ്കിലും അവരിപ്പോൾ PG എടുത്തു. ഒരാൾ ഗൈനക്കോളജിസ്റ്റാണ്, ഒരാൾ പീഡിയോഡോണ്ടിസ്റ്റാണ്. അപ്പം അവരുടെ ലൈഫാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കിത് കഴിഞ്ഞാൽ PG എടുക്കണം. എനിക്കൊരു സർജൻ ആവാനാണ് താല്പര്യം. അത് എങ്ങനെയെങ്കിലും ആവണം. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ PG പ്രിപ്പറേഷൻ നടത്തേണ്ടി വരും. ശരിയാണ്, MBBS ടഫാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നൂല. ഈ എൻട്രൻസ് കിട്ടിയപ്പോഴേ പേരൻസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അവര് ഭയങ്കര സന്തോഷം കൊണ്ട് കരഞ്ഞ് ഭയങ്കര എനിക്ക് പറയാനറിയില്ല, പക്ഷെ എന്നെ കെട്ടിപ്പിടിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിൽ കേക്കൊക്കെ മുറിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പോൾ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ കുറെ കുട്ടികൾ ചുറ്റും വന്നിട്ട് ഇതേപോലെ മോളെടുത്തോ അല്ലെ പേരൻസ് എടുത്തോ നിങ്ങളുടെ റിലേറ്റീവ്സോ കസിൻസൊക്കെ ഒരു പ്രാവശ്യം കൂടി എഴുതണോ, എഴുതിയാൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ മോൾ എന്തായിരിക്കും അവരോട് പറയണ്ടാവുക? ഞാൻ പറയും, അതായത് അവർക്ക് ആ ഒരു ഡ്രീം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ പുറകെ പോകണം. നമ്മള് പുറകെ പോയാലേ അത് കിട്ടും. പുറകെ പോയാൽ അത് കിട്ടും. അത് ഉറപ്പാ. അതില് വേറെ ഡൗട്ടൊന്നുമില്ല, അതെന്തായാലും കിട്ടും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഫുൾ അതിനു വേണ്ടി കൊടുക്കണം. കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാനുണ്ടാവും, കുറെ ഹാർഡ് വർക്ക്സ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ എന്തായാലും നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു സാധനം. അപ്പൊ ഞാൻ പറയും എന്തായാലും അതിന്റെ പുറകെ പോകണം എന്നേ ഞാൻ പറയുള്ളൂ. നമ്മുടെ ഡ്രീം ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞ ഒരു ഡിറ്റർമിനേഷൻ ആണ് ഇത് നേടിത്തരിക. അതെ സാർ. അത്ര ഡിറ്റർമിൻഡ് ആയി നേടിയൊരു കുട്ടിയാണ് ഇരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അത് ഈ നീറ്റ് ഒരു പ്രാവശ്യം എഴുതാനോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ മോഹം എന്താണ്, ആ മോഹത്തിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ കുറെ സാക്രിഫൈസ് ഒക്കെ വരും, അതൊന്നും കാര്യമാക്കരുത്. അതിന് പകരം അത് എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയോടെ പഠിച്ച് മുന്നോട്ട് പോകേണ്ട ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ടാണ് നമ്മുടെ മുന്നിൽ ഈ ഡോക്ടർ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മോളെ റേസിലെ മെന്ററാക്കി വെച്ചിട്ടുണ്ട് ഇവരൊന്നും, അതും സെപ്റ്റംബർ ബാച്ചിന്റെ മെന്ററാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത് അല്ലെ? അപ്പൊ ഈ സ്വന്തം എക്സ്പീരിയൻസ് അവിടെ ഉപയോഗിക്കാന്നാണ് വിചാരിക്കണേ. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്ലാൻ? ഈ കുട്ടികൾക്ക് എന്താ പഠിക്കാനാണോ പറഞ്ഞു കൊടുക്കുക, അതോ ഡിറ്റർമിൻഡ് ആയിട്ട്? അവരെ പഠിക്കാനും ഞാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പോയൊരു വഴിയുണ്ട്, അതിലൂടെ ഒരിക്കലും അവർ പോണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം 8 മാസം കൂടിയേ ഉള്ളൂ ഇനി. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഞാനൊരു ഗൈഡ് പോലെ എല്ലാവർക്കും ഒരു ഹെൽപ്പ് ചെയ്ത് അവരെ ഇൻസ്പയർ ചെയ്ത്, അവർക്ക് പ്രഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത്. ഈ ഒരു സമയം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിലൊന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പോലത്തെ ടീച്ചേഴ്സ് അവരെ ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ വെറുതെ മോട്ടിവേറ്റ് ചെയ്യുകയാണോ, കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കിട്ടിയ ആള് തന്നെ മുന്നിലിരുന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി വിശ്വാസം തോന്നുന്നില്ല. യെസ്. അപ്പോൾ സ്വന്തം ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു ഡോക്ടറായി എന്ന് മാത്രമല്ല, ഏകദേശം 40ഓളം കുട്ടികളുള്ള ഒരു ബാച്ചിൽ മുഴുവനും കുട്ടികളെ ഡോക്ടർ ആക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യം കൂടി മനസ്സിലിപ്പുണ്ട്. അത്ര കുട്ടികളെ ഡോക്ടർ ആക്കുന്നതോടെ എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു വ്യത്യാസം ഈ കോഴിക്കോടിന്റെ അക്കാഡമിക്സിലേക്ക് മോളെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. വെരി ഗുഡ്. ആ ഒരു ഉദ്യമത്തിലും കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര കാലം കൊണ്ട് ഇപ്പൊ ഈ ഒരു സ്വന്തം സ്റ്റോറി എന്തായാലും കസിൻസിനൊക്കെ അറിയുണ്ടാവും, ഫ്രണ്ട്സിന് അറിയുണ്ടാവും, അങ്ങനെ കുറെ പേർക്ക് അറിയുണ്ടാവും. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഇത്ര കാലത്തെ മോളെ ഈ ഒരു എഫേർട്ട് കൊണ്ട് ഈ നേട്ടം എത്തിയത് ആർക്കെങ്കിലും ഇതുവരെ ഉപകാരമായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതെ, അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഞാൻ പ്രഷ്യസ് ആയിട്ട് വെച്ചൊരു മൊമെൻ്റ് ആണത്. ഞാൻ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്ന സമയത്ത് കുറച്ച് കാലം റേസിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റേസിൻ്റെ ചില ഹോസ്റ്റലിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോസ്റ്റലിൽ പോയി ഞാനൊരു കുട്ടീനെ കണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ആകെ ഫുൾ ഡിപ്രസ്ഡ് ആണ്, അവൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. പക്ഷെ MBBS എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എവിടെ അവൾക്ക് തെറ്റിപ്പോയെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവളെ ഞാൻ കണ്ടു, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും അപ്പോൾ വിചാരിക്കുന്നില്ല അവളുടെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയൊരു ടേണിംഗ് പോയിന്റ് ആവുമെന്ന്. എനിക്ക് കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമിൽ അവൾ മെസ്സേജ് അയച്ചു. അവൾ എൻ്റെ ഇൻസ്റ്റ ID ഒക്കെ തിരഞ്ഞ് മെസ്സേജ് അയച്ചു.
ചേച്ചി എന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്നറിയാം, അവൾ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു, അവൾക്ക് അവളുടെ കൂടെ പഠിച്ച ആരെയും ഓർമ്മയില്ല, പക്ഷെ ഒറ്റ തവണ മാത്രം വന്ന എന്നെയും എൻ്റെ പേരും അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അവളുടെ ലൈഫിൽ ഞാൻ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവൾ എപ്പോഴും വിചാരിക്കായിരുന്നു അവൾക്ക് എൻ്റെ ജൂനിയറായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന്. പക്ഷെ അവൾ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അവൾക്ക് എന്തോ നീറ്റ് ക്രാക്ക് ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല. പക്ഷെ അവളുടെ ആ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് അത് ആർക്കിടെക്ചറിലായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ പുറകെ പോയി. അപ്പോൾ നല്ലൊരു കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. എന്നിട്ട് അവൾ എൻ്റെ ഫോണിൽ അന്ന് ലിറ്റിൽ കൃഷ്ണയായിരുന്നു വാൾപേപ്പർ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചേച്ചിയുടെ വാൾപേപ്പർ ലിറ്റിൽ കൃഷ്ണയായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആവണമെന്നില്ല. പക്ഷെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറെ ദൈവത്തിൽ വിശ്വസിച്ച് എന്തായാലും ദൈവം എനിക്കത് തരും, ഞാൻ കഷ്ടപ്പെട്ടാൽ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പൊ ഞാനത് അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേച്ചിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ, ഞാനും ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി, എനിക്ക് എന്തെങ്കിലും ചേച്ചീനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കാരണം ഒരാളുടെ ലൈഫിൽ അത്രയും നല്ലൊരു മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് 40ഓളം കുട്ടികൾ അല്ല, ഇനി ജീവിതത്തിലെ എല്ലാ സ്ഥലത്തും മോൾക്ക് ഇതേപോലത്തെ ഈ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട്, ടീച്ചേഴ്സിന് അവരുടെ ഇൻഫ്ലുവൻസിന് ലിമിറ്റ് ഇല്ല എന്നാണ് പറയുക. അത് എവിടെ എൻഡ് ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ല എന്നാണ്. ഒറ്റ പ്രാവശ്യം കണ്ടപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ നമ്മൾക്കിനി അത് ലിമിറ്റ്ലെസ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും പ്രകാശം പരത്തി കൊടുക്കാനും എല്ലാവർക്കും അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിക്കൊടുക്കാനും മോളെ മുന്നിൽ വരുന്ന എല്ലാവർക്കും അത് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.